അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. യാത്ര പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകൾ, അല്ലെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഒന്നാം ഭാഗം കഴിഞ്ഞ വീഡിയോ നാം അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്ന കാലമാണ്. അപ്പോൾ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അത് മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. അതിന് എളുപ്പം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇദാ സഫർതും ഫിൽ ഹസ്ബി ഫഅതുൽ ലിബിൽ ഹല്ലഹാ മിനൽ അർദ്. ക്ഷേമകാലത്താണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ ഒട്ടകത്തിൻ്റെ വിഹിതം ഭൂമിയിൽ ഉള്ളത് നിങ്ങൾ കൊടുക്കണം, എല്ലാ പുല്ലും സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലോ ഒന്നുമില്ലാത്ത ക്ഷാമകാലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിലോ വൈദാ സഫർത്തും ഫിൽ ജദ്ബി ഫഅസ്ബിഉ അലൈഹിസ്സൈർ, വേഗത്തിൽ പോകണം. വബാദിറു ബിഹാ നിഖ്യഹ, അതിൻ്റെ ആ ഞണച്ചന് പ്രയാസമാകാതിരിക്കാൻ വേഗത്തിൽ നിങ്ങൾ യാത്ര പോകണം. വയറസ്തും ഫജ്തനിബു ത്വരീഖ, നിങ്ങൾ രാത്രിയിൽ എവിടെയെങ്കിലും തമ്പ് കെട്ടുകയാണെങ്കിൽ നിങ്ങൾ വഴിയിൽ കെട്ടരുത്. ഫൈന തുർക്കു ദവാബ്, അത് മൃഗങ്ങളുടെ വഴിയാണ്. വമഅവൽ ഹവാമ ബില്ലൈൽ, രാത്രിയിൽ മൃഗങ്ങളുടെ അഭയസ്ഥലമാണത്. അപ്പോൾ യാത്രക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, യാത്രയുടെ സമയങ്ങളിൽ രാത്രിയാകുമ്പോൾ തമ്പ് കെട്ടി താമസിക്കുമ്പോൾ റസൂലുള്ള എങ്ങനെയാണ് കിടന്നിരുന്നത് എന്ന് പോലും സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദാ കാന ഫീ സഫരി, റസൂലുള്ള യാത്രയിലായാൽ ഫഅറസബിലൈലിൻ ഇൽതജഅലയമീനി, വലത്തെ ഭാഗത്തിൻ്റെ മേലെ റസൂലുള്ളാഹി കിടന്നിരുന്നു. എന്നാൽ സുബൈൻ്റെ തൊട്ടുമുമ്പ് കിടക്കുകയാണെങ്കിലോ നസബ ദിറാഅഹു വവളഅ റഅസഹു വലാ കഫ്, അവിടുത്തെ ആ മുൻകൈയിൻ്റെ മേലിങ്ങനെ അവിടുത്തെ കവിള് വെച്ചിങ്ങനെ കിടക്കുമായിരുന്നു എന്ന്. കാരണം അതിൻ്റെ കാരണം പറയുന്നത് നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, രാത്രിയിലെ യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അലൈക്കും ബിൽ ദൽജതി ഫഇന്നൽ അർള തുത്വാ ബില്ലൈൽ, അബൂദാവൂദിൻ്റെ ഹദീസാണ്. രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വഴി എളുപ്പമായി തോന്നും, ക്ഷീണം കുറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത് രാത്രിയിലാണ്, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്നാലും മാത്രമല്ല, യാത്ര ചെന്ന് അവർ തമ്പ് കെട്ടി താമസിക്കുമ്പോൾ പോലും വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ ആവണം. ഇന്ന തഫറുഖക്കും ഫി ആദി ശിആബി വൽ ഔദിയതി ഇന്നമാ ദാലികും ശൈത്താൻ, വിട്ടുവിട്ടിങ്ങനെ അവർ തമ്പ് കെട്ടി ഇങ്ങനെ താമസിക്കും. കുറേ അകലങ്ങൾ അവിടെ വരുമ്പോൾ അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. ഇത് കേട്ടപ്പോൾ ഫലം യൻസിലു ബഅദ ദാലിക മൻസില ഇല്ലമ്മ ബഅദുഹും ഇലാ ബഅദ്, പിന്നീട് ഞങ്ങൾ തമ്പ് കെട്ടുന്ന സമയത്തൊക്കെ വളരെ അടുത്തടുത്ത് തമ്പ് കെട്ടി ഞങ്ങൾ സ്നേഹത്തോടെ ഐക്യത്തോടെ താമസിക്കുമായിരുന്നു. ആ ഒരു ഐക്യബോധം അവിടങ്ങളിലും വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അബൂദാബിൻ്റെ ഹദീസാണ്. മാത്രമല്ല, നമ്മൾ യാത്ര പോകുന്ന വാഹനം, ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴൊരു ശ്രദ്ധ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു.
റസൂലുള്ളാഹി തങ്ങൾ ഒരു മെലിഞ്ഞൊട്ടിയ ഒരു ഒട്ടകത്തിൻ്റെ അടുക്കലൂടെ പോയപ്പോൾ റസൂൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫി ഹാദിഹിൽ ബഹായിമിൽ മുഅ്ജമ. ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്താണ്, ഈ വയറൊട്ടിയ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത്? ഫർക്കബുഹ സാലിഹ വകുലുഹ സാലിഹ. നിങ്ങളതിന് യാത്ര പോകുമ്പോഴും നല്ല രൂപത്തിൽ പോകണം, അതിനർത്ഥം നിങ്ങളതിൻ്റെ മാംസം കഴിക്കുമ്പോഴും നല്ല രൂപത്തിലാകണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്രയുടെ സമയത്ത് അവിടെ കെട്ടിയിട്ടപ്പെട്ട ഒരു ഒട്ടകം വന്ന് ആവലാതി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ 2 കണ്ണ് നിറഞ്ഞു. വദറഫത്ത് ഐന. അങ്ങനെ ഫഅതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമസഅ, റസൂലുള്ളാഹിൻ്റെ ആ അതിനെ കൊണ്ട് തടവി. അപ്പോൾ അതിൻ്റെ പൂഞ്ഞ ഒന്ന് തടവിയപ്പോൾ അത് ഫസക്കത്ത്, അത് മിണ്ടാതെ അടങ്ങി. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമക്കാരൻ? അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നബിയെ. ഈ ഒരു അൻസാരി വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ ഉടമക്കാരൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫല തത്തക്കില്ലാഹ ഫി ഹാദിഹിൽ ബഹീമത്തി ഫി ഹാദിഹിൽ ബഹീമത്തല്ലത്തി മല്ലക്കല്ലാഹ്. അള്ളാഹു നിനക്ക് ഉടമയാക്കി തന്ന ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല? ഫഇന്നഹു യശ്കു ഇലയ്യ, ഈ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ വളർത്തുമൃഗങ്ങളോട് പോലും വളരെ ദയയോടെ പെരുമാറാവൂ എന്നാണ് ദീനിൻ്റെ അധ്യാപനം. റസൂൽ എത്രത്തോളം കാരുണ്യത്തോടെയാണ് ഇവിടെ ഈ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃഗങ്ങളോട് പോലും, വാഹനം ഉപയോഗിക്കുന്ന മൃഗങ്ങളോടും വളർത്തുമൃഗങ്ങളോടുമൊക്കെ വളരെ നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം. കാരണം ഹദീസിലുണ്ട്, ഒരു പൂച്ചയെ കെട്ടിയിട്ട കാരണം കൊണ്ട് അത് അവിടെ കിടന്ന് ചത്തു, ആ പെണ്ണ് നരകത്തിലാണ്, അത് കെട്ടിയിട്ട പെണ്ണ് നരകത്തിലാണ്. എന്നാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായ, ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മോശപ്പെട്ട ജീവിതം നയിച്ച ഒരു സ്ത്രീ സ്വർഗത്തിലെത്തിയതും ഹദീസിലുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് അതിനെ കാണണം. മാത്രമല്ല, ഒട്ടകങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. സഹാബത്ത് പറയുന്നുണ്ട്, കുന്നായിദാ നസ്സൽനാ മൻസിലൻ ലാ നുസബ്ബിഹു ഹത്താ നഹുല്ല റിഹാൽ. ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഒട്ടകക്കട്ടിൽ അയച്ച് വെച്ച ശേഷമേ ഞങ്ങൾ നിസ്കരിക്കാവൂ. ഞങ്ങൾ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടി, അവർ താമസിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ സഹാബത്ത് ചെയ്തിരുന്നതാണ്. കാരണം അത്ര നിസ്കാരം പോലും അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചെയ്തിരുന്നതെന്നാണ്. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ യാത്രക്കാർ തമ്മിൽ പരസ്പര സ്നേഹത്തോടെ വർത്തിക്കണമെന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നിങ്ങൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അല്ലാഹു നിങ്ങളെ സഹായിക്കും. കാരണം എല്ലാ നന്മകളിലും സ്വതക്കുണ്ട്. കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മകളിലും സദഖയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, ഒരാളിങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾ, വാഹനപ്പുറത്ത് യാത്ര പോവാണ്, അയാൾ ആ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള ഇത് കണ്ടപ്പോൾ പറഞ്ഞു, മൻ കാന മഅഹു ഫദ്ലുൽ ലഹ്രി ഫല്യഊദ് ബിഹി അലാ മൻ ലാ ലഹ്റ ലഹു വമൻ കാന ഫദ്ലു സാദിൻ ഫല്യഊദ് ബിഹി അലാ മൻ ലാ സാദ ലഹു. ആർക്കെങ്കിലും സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങളവിടെ ശേഷിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുക. ചിലപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മളെ സൂക്ഷിക്കാൻ ആവശ്യക്കാരനായിട്ട് അവിടെ വേറെ ആളുണ്ട് എങ്കിൽ നമ്മളവന് കൊടുക്കണമെന്നാണ്. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, എത്ര സമ്പത്തുണ്ടായാലും ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും, ആർക്കും കൊടുക്കൂല. അങ്ങനെയല്ല, തൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ അവനക്ക് സാധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അത്ര ചേർത്ത് പിടിക്കൽ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
യാ മഹ്ശറൽ മുഹാജിരിന വൽ അൻസാർ, മുഹാജിറുകളായ അൻസാറുകളായ സമൂഹമേ, ഇന്ന മിൻ ഇഖ്വാനിക്കും ഖൗമൻ ലൈസ ലഹു മാലുൻ വല അശീറത്തുൻ ഫല്യളുമ്മ അഹദുക്കും ഇലൈഹി അർറജുലൈൻ അവി സലാസ ഫമാ ലിഅഹദിനാ മിൻ ലഹരിൻ യഹ്മിലു ഇല്ലാ ഉഖബത്തുൻ കഉഖബതി അഹദിഹി. നിങ്ങൾ ചേർത്തു പിടിക്കണേ, 2 or 3 ആളുകളെ നിങ്ങളിലേക്ക്, നിങ്ങൾ സമ്പത്തില്ലാത്ത സൗകര്യങ്ങളില്ലാത്ത ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ സഹാബത്ത് പറയുന്നുണ്ട്, ഫളമംതു ഇലയ ഇസ്നൈൻ ഔ സലാസ, എനിക്ക് ഞാൻ 2 or 3 ആളെ ഞാൻ ചേർത്തു, പക്ഷേ എൻ്റെ അടുക്കൽ ഒരാൾക്കുള്ള സമ്പത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്. അതാണ് വലിയ മാതൃക. അപ്പോൾ യാത്രികർ തമ്മിൽ പരസ്പര സ്നേഹത്തോടെ വർത്തിക്കുന്നതിൻ്റെ കാര്യമാണ് നാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ അറിവിലൊക്കെ വർധനവ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.